അങ്ങനെ നമ്മളെ തമിഴ്നാടിൻ്റെ സേലം ഡിസ്ട്രിക്റ്റിലെ ഉൾഗ്രാമങ്ങളിൽ തന്നെ ഉള്ളത്. അപ്പോൾ നമ്മൾ യാത്രയിൽ തന്നെ ഉണ്ടാ ഇവിടെ ഇങ്ങനെ മനോഹരമായിട്ട് ബോർഡ് ചെയ്തിരുന്ന ഒരു ടീമിനെ കണ്ടപ്പോൾ നിർത്തിയാണ്. ജസ്റ്റ് നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ നമ്മളെ മാലിക്കിനവിടെ നിർത്തിയിട്ടുണ്ട് കേട്ടോ. ഇവരിങ്ങനെ വണ്ടിയിലെല്ലാം സെറ്റ് ചെയ്തിട്ടാട്ടോ വരുന്നത്. നമുക്ക് അങ്ങോട്ട് പോവാം. അതിൻ്റെ മുന്നേ ഈ വണ്ടിയൊക്കെ ഒന്ന് കാണാം കേട്ടോ. ആണ് നമുക്ക് പേര് വടിവേൽ. ഭാരതി സിമെൻറ്റിയുടെ എളുത്ത് പണ്ടീങ്ങളാ? ശരി ശരി. நீங்கள் எந்த ஊர்? கிருஷ்ணகிரி டிஸ்ட்ரிக்ட். எல்லாரும் ஒரே ஊரா? எங்கேயும் போய் செய்வீங்களா? தமிழ்நாடு ஃபுல்லாக எங்கே டீலர் அனுப்புகிறாங்களோ அங்கே போய்டும். இந்த கம்பெனி மட்டுமா பண்ணுற வேறு எல்லா கம்பெனி பண்ணுறீங்க? ஓனர் எந்த கம்பெனி டெண்டர் எடுக்கிறாங்களோ നിങ്ങൾക്ക് ഓണർ വേറെ ഇருக்கு, അവർ സ്വന്തം மாதிரி പോയി വേല பார்ப்பாங்களா? ശരി ശരി. അപ്പോൾ വരെ കോണി കാര്യങ്ങൾ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ടൊരു എയ്സ് വണ്ടിയാണിട്ടത്. അപ്പോൾ ഇവിടെയും കുറേ ഏട്ടന്മാരുണ്ട്. അടിപൊളിയായിട്ട് എഴുതുന്നുണ്ട് കേട്ടോ. അത് സെക്കൻഡ് കോട്ടാണ് തോന്നുന്നുണ്ട്, ഫസ്റ്റ് കോട്ട് കഴിഞ്ഞ കേട്ടോ. പിന്നെ ഇവിടുത്തെ ചുമരൊക്കെ പറഞ്ഞാലേ നല്ല ക്ലേസിങ്ങുള്ള ചുമരാണ് കേട്ടോ. ഭാരതി സിമെൻറ്റിൻ്റെയാണ്. മുന്നേ കണ്ടിരുന്നു. അപ്പോൾ വീടെടുക്കണമെന്ന് വിചാരിച്ചിരുന്നു, കഴിഞ്ഞില്ല. അപ്പോൾ വേറെ നല്ല ചൂടുള്ള ഏരിയ ആയിരുന്നു. അപ്പോൾ നമ്മളിവിടെ നിന്ന് നൈസായിട്ട് പോകുന്നത്. അപ്പോൾ ഇത് കണ്ടപ്പോൾ പരിചയപ്പെടുത്താൻ കേട്ടോ. മഴ ഇങ്ങനെ ചാറുണ്ട്, അപ്പോഴും ഒരു വർക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് ഏട്ടന്മാരൊക്കെ ഉണ്ട്. അത് എഴുതണൊക്കെ അതിൻ്റെ ഫിനിഷിങ് കാര്യങ്ങളൊക്കെ കാണുമ്പോഴാട്ടെ നമുക്ക് ഭയങ്കര രസമായിട്ട് തോന്നണേ. ഞാൻ കാണിച്ചു തരാം. ഇവിടെ പ്ലെയിനായിട്ട് ഇരിക്കണം കേട്ടോ. അവർ ആ ബ്രഷ് കൊണ്ട് തന്നെ വെച്ച് എഴുതാണ് കേട്ടോ. വേറെ ആദ്യം എഴുതി പോയിട്ടൊന്നുമില്ല, കറക്റ്റായിട്ട് എഴുതി പോണൊക്കെയാണ് കണ്ടോ. ഒരു പെന്ന് കൊണ്ട് പോലും എഴുതിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പം അത്രയും കഴിവഴക്കാണ് കേട്ടോ. ഇത് ഡബിൾ കോട്ട് അടിക്കാണ് കേട്ടോ, സെക്കൻഡ് കോട്ട് അടിക്കാണ്. ഇവർ ഇവിടുന്ന് നൂലെടുത്തോണ്ട് പോയിട്ടുണ്ട് കേട്ടോ, എന്തോ ഒരു കാര്യത്തിന്. നമുക്ക് നോക്കാം എന്താന്നുള്ളത്. ലൈന് പിടിക്കണം കേട്ടോ. അയ്യവ ലൈൻ അടിക്കണം കേട്ടോ. അതായത് എഴുതാനുള്ള ഈ ലൈന് മാത്രമേ അടിക്കണുള്ളൂ, ബാക്കിയൊക്കെ ഇങ്ങനെ ബ്രഷ് കൊണ്ട് തന്നെ എഴുതി പോവാണ് കേട്ടോ. ഭയങ്കര ഹൈലൈറ്റായി. പെണ്ണുകൊണ്ട് മനസ്സിലുകൊണ്ടൊന്നും എഴുതി കണ്ട് റഫായിട്ട് പോലും എഴുതണില്ല. അപ്പോൾ കേട്ടോ രണ്ടാമത് വരെ എഴുതണേ. മറ്റേ ഏട്ടനെ അവിടെ കയറി സെക്കൻഡ് കോട്ട് അടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഏട്ടൻ അവിടെ എഴുതിക്കാണ്ട് പോണേ. ഒന്നും കാണിച്ചിട്ടില്ല കേട്ടോ. ഇവരാ ഒരു കഴിവഴക്കം അല്ലെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസ്, ആ ഒരു സ്കില്ല്, അതാണ് കേട്ടോ. ആദ്യം ലൈൻ ഇടണേ, പിന്നെ ഇങ്ങനെ ബ്രഷ് കൊണ്ട് എഴുതി പോണേ. അളവും കാര്യങ്ങളൊക്കെ അവർക്ക് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. ഈ ഒരു സ്കില്ല് കണ്ടപ്പോൾ നിർത്തിയതാട്ടാ. ഒരു എഴുതണ ഗ്യാപ്പ് കാര്യങ്ങൾ ഇതൊക്കെ നോക്കിക്കോളി. ഒരു മാർക്കിങ് ഫസ്റ്റ് ചെയ്ത് വെച്ചിട്ടില്ല കേട്ടോ. അത് എക്സ്പീരിയൻസ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. മൊത്തം ഇങ്ങനെ ആ ഗ്യാപ്പിൽ കറക്റ്റായിട്ട് എഴുതി പോരുന്നുണ്ട്. ആ മേലും താഴത്തുള്ള 2 ലൈന് മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ. അതായത് വളഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. ബാക്കിയൊക്കെ കണ്ടോളി, ആ ഗ്യാപ്പ് വരെ കറക്റ്റ് അളവിന് ഇങ്ങനെ ഇട്ട് ചെയ്ത് വരുന്നുണ്ട്. ഈ എഴുത്തിൻ്റെ ഈ സ്ട്രെച്ചിങ് നോക്കിട്ടോ, കറക്റ്റ് ആ ഒരു ലെവലിൽ അപ്പുറപ്പുറമൊക്കെ ഗ്യാപ്പ് കറക്റ്റ് ക്ലിയറാണ് കേട്ടോ. ഒരളവ് കാര്യങ്ങളൊന്നും പിടിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതേമാതിരി ഈ ഒരു ഇംഗ്ലീഷിൽ എഴുതിയിട്ടുള്ളതും അതേപോലെ തന്നെ കേട്ടോ, കറക്റ്റ് ഗ്യാപ്പായിട്ട് എഴുതി അങ്ങനെ പോയിട്ടുണ്ട്. അപ്പോൾ ഇതിനൊക്കെ തന്നെ സ്കില്ല് എന്ന് പറയട്ടോ. ആ ഒരു കഴിവ് ഉണ്ടാവുമെന്ന് പരിചയപ്പെടുത്താൻ രീതിയാണ്. കൃഷ്ണഗിരി. പേര് മുരുകൻ. ഉங்கள் പേര്? நவீன் குமார். கிருஷ்ணகிரி. அண்ணா உங்கள் பேர்? കാളിയപ്പൻ. കൃഷ്ണഗിരി. അങ്ങനെ ആ ബിൽഡിങ്ങുകളെ ബാക്കിൽ റോഡാണ് കേട്ടോ. ആ റോഡും കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കണ്ട കാഴ്ച കേട്ടോ. കണ്ടോ നോക്കാണ് നിങ്ങൾ. ഓ എത്ര റണ്ണാണെന്നുള്ളത് നോക്കുകയാണെങ്കിൽ ഓരോ ആൾക്കാരുടെ ആഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ
വിശ്വാസങ്ങളും കാര്യങ്ങളൊക്കെ വലിയത് കേട്ടോ. ഇതിൻ്റെയൊക്കെ വലുപ്പം നോക്കുകയാണെങ്കിൽ ഈ പാറനെ വെച്ച് നോക്കിയാൽ മതി. നമ്മളെ മാലിക്ക് തൊട്ട് അവിടെ നിൽക്കണേ മാലിക്കിനെയും അതിനും കൂടി നോക്കുകയാണെങ്കിൽ എന്താ വലിപ്പം, ഇതിലേറെ വലിപ്പം കേട്ടോ അത്. അപ്പോൾ അത്രയും തോന്നുന്ന ആൾക്കാർ. ഇതൊക്കെ എന്താണ് ഇതിൻ്റെ വിശ്വാസം കാര്യങ്ങളൊക്കെ എന്നുള്ളത് ആരെങ്കിലും അറിയെങ്കിൽ അവർ കമൻറ്റിലൂടെ അറിയിക്കട്ടോ. നമുക്കിതിനെ പറ്റി ഒന്നും അറിയില്ലേ. വാളിൻ്റെ ഒക്കെ വലിപ്പം നോക്കുകയാണെങ്കിൽ വാളാണ് ഈ കാണുന്ന വാളാണ് ആ കറുപ്പ്. ജെസ്സി ചോദിക്കണേ ഇത് വിൽക്കണ സ്ഥലമാണോന്ന്. ഇവിടെയൊക്കെ ഇതൊക്കെ ഇട്ടോ കുറേ ആൾക്കാർ നിൽക്കണേ. ഇവിടെയൊക്കെ കുറേ, ഇതെല്ലാം ഒരേ രൂപങ്ങളാണ് കേട്ടോ. കുറേ ഉണ്ട് എന്നേ ഉള്ളൂ. ഇതൊക്കെ ഒരേ രൂപമാണ്. ഇതെന്താ ചോദിച്ചത് വിൽക്കണ സ്ഥലമാണെന്നോ? അവിടെ ഒരാൾക്ക് എടുക്കണ കണ്ടിട്ടാ ഇതിലോട്ട്. ഒരു ഗുഹമായൊരു സ്ഥലം കേട്ടോ. പാറ, ഇതുപോലെ പാറകളൊക്കെ കാണുമ്പോൾ ഇടയ്ക്ക് ഇതേപോലെ തന്നെ കേട്ടോ ക്ഷേത്രങ്ങൾ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകും. ഒരു വാളിൻ്റെ വലുപ്പം നോക്കിയിട്ട് ആ വാള് ഞാൻ കാണിച്ചു തരാം. അതാട്ടോ ആ കാണുന്ന വാളാണ്, കറുത്ത വാൾ കേട്ടോ. പിന്നെ വേറെ വിറ്റുണ്ട്. ഇവിടെയൊക്കെ അടുപ്പുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ ഈ കാണുന്ന കുഴികളൊക്കെ അടുപ്പുകളാണ്. ഇവിടെയൊക്കെ അടുപ്പുകളാണ് കേട്ടോ. ഈ കാണുന്ന ലൈനൊക്കെ അടുപ്പുകളാണ്. എന്തോ പൂജയും കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ ഉണ്ടാക്കണമെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ഈ കാണുന്നതൊക്കെ ലൈനാക്കിയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. കറക്റ്റ് അളവിൽ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് കേട്ടോ. ഇതെങ്ങനെ ഇത്രയും കറക്റ്റാക്കിയിട്ട് ചെയ്യണം എന്നുള്ളതാണ്. നോക്കണേ അടുപ്പിൻ്റെ ഒരു ആകൃതി നോക്കണേ. ഇവിടെ ഇങ്ങനെ വിറകൊക്കെ ഉള്ള ഗ്യാപ്പ്, അവിടെ നമുക്ക് അടുപ്പിൻ്റെ സാധനം വെച്ചെടുക്കാം. ഇതിങ്ങനെ കറക്റ്റാക്കിയിട്ട് എങ്ങനെ ചെയ്യണമെന്ന് ഞാൻ ആലോചിക്കണേ. അത് ഒരേ അളവിൽ. അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ളൊരു കാഴ്ചയായി പോയി. ഇത് വരുന്നത് സേലം ഭാഗത്താണ് കേട്ടോ. അങ്ങനെ യാത്രയിൽ തന്നെ കേട്ടോ റോഡ് സൈഡിൽ കണ്ടൊരു കാഴ്ചയാണ്. നമ്മളെ ടയറിൻ്റെ സംഭവങ്ങളൊക്കെ കൂടി സെറ്റാക്കിയിട്ടേ, കംപ്രസർ കാര്യങ്ങളൊക്കെ കൂടി സെറ്റാക്കിയിട്ടുള്ളൊരു വണ്ടി കേട്ടോ. ടയർ പഞ്ചറൊട്ടിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാ സാധനങ്ങളും വെച്ചിട്ടേ ട്രാക്ടറാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ സീറ്റ് ഇറക്കിയിട്ടുണ്ട്. ബോർഡിൻ്റെ മേലത്തെ ക്യാബിൻ്റെ ഇതിൽ വന്ന് അഡീഷണലായിട്ട് ഇവിടെ ഇങ്ങനെ സീറ്റ് ഇറക്കിയിട്ടുണ്ട്. ഞങ്ങളെ മെയിൻ റോഡിൽ നിന്ന് ഇവിടെ ഉള്ളേരിയേക്ക് കയറിയിട്ടാ. അപ്പോൾ ഇതുപോലത്തെ ഒക്കെ ഒരു ഏരിയയൊക്കെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലുമൊക്കെ വ്യത്യസ്തമായ കാഴ്ചകൾ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലിട്ടാ. മനോഹരമായിട്ട് ഒരു നാട്ടിൽ നിന്നൊക്കെ ഒരു വ്യത്യസ്തം എന്ന് പറഞ്ഞാൽ മലകളൊക്കെ വേറെ തന്നെ ലെവൽ കേട്ടോ. കല്ലുകൾ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള. അങ്ങനെ മാലിക്ക് തൊട്ട് ഇവിടെ നിൽക്കണേ. ഞാൻ പറഞ്ഞ മലനിലകളൊക്കെ ഈ ഒരു ഭാഗത്താണ് കേട്ടോ, കണ്ടില്ലേ? അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ നോക്കിയപ്പോഴേ VRL ആ ട്രാൻസ്പോർട്ട് കമ്പനീൻ്റെ ഒരു വലിയൊരു യാർഡ് കണ്ടിട്ടോ. ഒരുപാട് വണ്ടികൾ നേരെ നിൽക്കണുണ്ട്. അപ്പോൾ കണ്ടപ്പോൾ ഒന്ന് പരിചയപ്പെടുത്തിയതാണ്. VRL ട്രാൻസ്പോർട്ട് ലോജിസ്റ്റിക് കേട്ടോ. യാത്രയിൽ തന്നെയാണ് കേട്ടോ. തമിഴ്നാടിൻ്റെ ഒരു ഉൾഗ്രാമത്തിലാണ്. അങ്ങനെ വോളിബോൾ നമ്മൾ കാണണമെന്ന് ഇങ്ങനെ വിചാരിച്ചിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ വോളിബോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ വൈകുന്നേരങ്ങളിലൊരു സമയമാണ് കേട്ടോ. ഈ ഒരു സ്കൂളിൻ്റെ ഒക്കെ അടുത്താണ് നമ്മളുള്ളത്. ഉൾഗ്രാമമാണ് കേട്ടോ. ചുറ്റുപുറം നോക്കിക്കോളി. ഉള്ളിൻ്റെ ഗ്രാമമാണ്. ഏകദേശം നമ്മളെ നാടിൻ്റെ ഒക്കെ ഒരു രൂപം കേട്ടോ. അവിടെ സിറ്റുവേഷനൊക്കെ നോക്കുമ്പോൾ തെങ്ങ് കാര്യങ്ങൾ ഇങ്ങനെയുള്ളതൊക്കെ ഉണ്ട്. ബിൽഡിങ്ങുകൾ ആ ഒരു കളറും കാര്യങ്ങളും മാറിയിട്ടുണ്ടെങ്കിൽ നമ്മളെ നാടൻ കേട്ടോ. അപ്പോൾ ഇവിടെ ഇങ്ങനെ കളികളൊക്കെ ഉണ്ട്. ജസ്റ്റ് നമുക്ക് കുറച്ച് നേരം കണ്ടിട്ട് ഒന്ന് എൻ്റർടൈൻമെൻ്റ് ആവാം.
അങ്ങനെ സേലം ഭാഗത്താണിട്ടുള്ളത്. ഈ ഒരു ഷോപ്പിൻ്റെ അവിടെയാണ് ടെൻ്റ് അടിച്ച് ഇന്നലെ നല്ല മഴയായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ കിടക്കാനൊക്കെ നല്ല സുഖം ഉണ്ടായിരുന്നു. ഇങ്ങനെയുള്ളൊരു ഷോപ്പ് കേട്ടോ. ഒഴിഞ്ഞ പ്രദേശമാണ്, അതായത് ഒരാൾ മനുഷ്യനൊന്നും അങ്ങനെ ഇല്ല. VIP ഏരിയ കേട്ടോ. നല്ല വാക്കിങ്ങിന് ഇതിനൊക്കെ വരുന്ന ആൾക്കാർ ഒരുപാട് കാണുന്നുണ്ട്. മനസ്സ് രാവിലെ തന്നെ നടക്കണം. ഏകദേശം ഒരു 6 മണി ആയിട്ടുള്ളൂ കേട്ടോ. യാത്രയിൽ തന്നെ കേട്ടോ. അപ്പോൾ കണ്ട മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ് കേട്ടോ. ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ അടി ഉപ്പയോണ്ട് നിർമ്മിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. മാലിക്ക് തുറന്ന് നിൽക്കണേ. ഏകദേശം ഒരു 6:30 മണിയായിട്ടുള്ളൂ കേട്ടോ. നല്ല വെളിച്ചം വെച്ചിട്ടുണ്ട്. തമിഴ്നാട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കുപ്പികൾ ഇങ്ങനെ കാട്ടിലൊന്നും ഇടാൻ പാടില്ല എന്നുള്ളതിനെ സൂചിപ്പിച്ചുകൊണ്ടുള്ളൊരു പരിപാടിയാണ് കേട്ടോ. അത് ഒരു കൊയലൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ടോള് വരുന്നുണ്ട് കേട്ടോ. ഒരു ടോൾ സ്റ്റേഷൻ വരുന്നുണ്ട്. ഇന്ന് കുറച്ച് മുന്നേക്ക് വന്നപ്പോൾ അതുപോലെ ഒരു ഫോറസ്റ്റ് സ്റ്റേഷൻ കാണുന്നുണ്ട് കേട്ടോ. ആരും കാണുന്നില്ല, പൊന്തിച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ വലിയൊരു ഫോറസ്റ്റ് സ്റ്റേഷനിലാണ് ഉള്ളത്. നമുക്ക് എന്തൊക്കെയാണ് ഇതിൻ്റെ ഉൾഭാഗം എന്ന് കണ്ടുനോക്കാം. വയനാട് ചുരമൊന്നുമല്ല കേട്ടോ. അങ്ങനെ നമ്മളെ മാലിക്ക് തൊട്ടവിടെ നിൽക്കണേ. ഇവിടുന്ന് ഇങ്ങനെ നോക്കുമ്പോഴേ സേലത്തിൻ്റെ ഒരു ഏകദേശം ഭാഗങ്ങളൊക്കെ കാണാം കേട്ടോ. സേലം എന്ന് പറഞ്ഞ ടൗൺ ആ ഏരിയയിലാണ്. അവിടുന്ന് ഇങ്ങനെ നോക്കിയ ഒരുപാട് ഏരിയകൾ കേട്ടോ. മനോഹരമായിട്ടുണ്ട്. ഈ കാണുന്നതൊക്കെ പാറക്കുന്നുകളാണ് കേട്ടോ. അപ്പോൾ ഒരു വ്യൂ പോയിന്റിലാണ് നമ്മളുള്ളത്. ഒരു ബസ് തട്ട കയറിയാണ്, ഗവൺമെൻറ് ബസ്സാണ്. ഇവിടുന്ന് നോക്കുമ്പോഴേ ഒന്നുമല്ല എന്നുള്ളതാണ്. അവിടെയൊക്കെ ഒരുപാട് പുതിയ ബിൽഡിങ്ങിൻ്റെ പരിപാടി ഇറക്കുന്നുണ്ട്. അതേമാതിരി ആ കാണുന്നത് സേലാണെന്നുള്ളത് മനസ്സിലാക്കണം. ഇത്ര ഏരിയ ഉണ്ടായിട്ട് ഇവിടെ നോക്കുമ്പോഴേ ഒന്നുമല്ല. അതിൻ്റെ അടുത്ത് പോയി നോക്കിയാലോ അലോക്കിൻ്റെ ബിൽഡിങ് ആയിരിക്കും. പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു ചെറിയ കുന്നതാ, അവിടെ അങ്ങനെ വലിയ കുന്ന്, ഇവിടെ ഒരു ചെറിയ കുന്ന്. അപ്പോൾ അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ വൃക്ഷങ്ങളൊക്കെ നട്ടച്ച പോലെ ഉണ്ടോ കുന്നിൻ്റെ ഒക്കെ കിടപ്പുകൾ. പിന്നെ അവിടെയൊക്കെ കോട, മഞ്ഞ് കാര്യങ്ങൾ ഇതൊക്കെ മൂടിയിട്ട് കുറേ മലകൾ കാണുന്നില്ല കേട്ടോ. നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ കയറി വരുന്നു കേട്ടോ. മാലിക്കിനവിടെ നിർത്തിയിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ നല്ല അടിപൊളി അരുവി കേട്ടോ. അതുകൊണ്ടാണ് പാറകൾ ഇങ്ങനെ മനോഹരമായിട്ടുണ്ട്. ഇതൊരു സ്ട്രെച്ചിങ് നോക്കുകയാണ്, നല്ല വെള്ളം കേട്ടോ. അരുവി കേട്ടോ, ചെറിയ അരുവി. നല്ല വെള്ളം വരുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും. കുറഞ്ഞ വെള്ളമുള്ളൂ കേട്ടോ. അങ്ങനെ യാത്രയിൽ തന്നെ കേട്ടോ ഈ ഒരു ചുരം കയറിക്കൊണ്ടിരിക്കുമ്പോൾ കണ്ടൊരു കാഴ്ച എന്താ കാണിച്ചാൽ, അതായത് ഈ വേസ്റ്റിൻ്റെ റമ്മുണ്ടല്ലോ, ഇത് നമുക്ക് ചെരിച്ചിട്ട് എടുക്കാം കേട്ടോ. ഇങ്ങനെ ആട്ടാൻ വേണ്ടിയിട്ടുള്ളതല്ല, ഇതിങ്ങനെ വന്നിട്ട് ചെരിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ വേസ്റ്റ് കൊട്ടാന്നുള്ളത് കേട്ടോ, കൊട്ടിയെടുക്കാം. അപ്പോൾ സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡ് കേട്ടോ. അങ്ങനെ തമിഴ്നാട്ടിൽ കയറിയപ്പോൾ കണ്ട ഹൈലൈറ്റ് ആയൊരു സംഭവം കേട്ടോ. ഫുള്ള് ഇതുപോലത്തെ കളർഫുള്ളായിട്ടുള്ള ബോർഡുകൾ ഒരുപാട് സ്ഥലങ്ങളിൽ കാണുന്നുണ്ട് കേട്ടോ. അതും വലിയ വലുപ്പമുണ്ട് എന്നുള്ളതാണ്. കിളികൾക്കും ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾക്ക് വെള്ളം വെച്ചെടുക്കുന്ന ഒരു പരിപാടി കേട്ടോ. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തന്നെ. ഇതിൽ കൊതുകുകളൊക്കെ നിറഞ്ഞിട്ടുണ്ട്. സൂര്യൻ ഇങ്ങനെ ഉദിച്ച് വരുന്നൊരു കാഴ്ചയാണ് കേട്ടോ കാണുന്നത്. ഇവിടെയൊക്കെ നല്ല തണുപ്പ്. പക്ഷേ ഈ ടൈമിൽ അവിടെയൊക്കെ നല്ല വെയിലുണ്ടാവും കേട്ടോ. ഈ സൂര്യൻ പെട്ടെന്ന് ഇവിടെ ഉദിക്കുമ്പോൾ ആ ഒരു കുത്തലുകൊണ്ട് കിട്ടും. തണുപ്പാവും, തണുപ്പിൻ്റെ ടൈമിൽ തന്നെ ഒരു കുത്തലുകൊണ്ട് വരും. അങ്ങനെയാണ് ഇവിടുത്തെ കാലാവസ്ഥ കേട്ടോ. അങ്ങനെ ഈ ഒരു ഏരിയയൊക്കെ നോക്കുമ്പോഴേ നല്ല അടിപൊളി വ്യൂ പോയിൻ്റ് കേട്ടോ. ഇവിടെ ഫോട്ടോഷൂട്ട് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഈ ഒരു ഏരിയൻ്റെ ഒരു ഡിസൈനിങ് നോക്കിയിട്ടോ, മനോഹരമായിട്ടുണ്ട്. ഇവിടെ ഫോട്ടോഷൂട്ട് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. വണ്ടിയിലൊക്കെ കയറിയിട്ട് പ്രായമായിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അവർ രണ്ടാമത് വെഡ്ഡിങ് ക്രിയേഷൻ ചെയ്യണമെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മനോഹരമായ പ്ലേസ് നോക്കിട്ടോ. പഴയ പാലാണ് കേട്ടോ. അങ്ങോട്ട് കയറാനൊന്നും പറ്റില്ല, അവിടെ എൻട്രൻസ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മനോഹരമായിട്ടുള്ളൊരു പാലം, ഇരുമ്പിൻ്റെ പാലാണ് കേട്ടോ. ഇതിങ്ങനെ ആ തല വരെ ഉണ്ട്.
നമ്മൾ മാലിക്കിന കേട്ടോ അതാട്ടോ അവിടെ നിർത്തിയിരിക്കണേ. അവിടെയും ക്ലോസിങ് കേട്ടോ, വേണമെങ്കിൽ വണ്ടി കയറ്റാം. ഈ ഒരു ഏരിയ ഭയങ്കരമായിട്ട് നമ്മളെ ഫോട്ടോഷൂട്ട് കാര്യങ്ങളൊക്കെ നടത്താൻ പറ്റിയ, അതുപോലെ തന്നെ നല്ലൊരു ഭംഗിയുള്ള ഒരു ഏരിയ കേട്ടോ. പാറകളാണ് കേട്ടോ ഇങ്ങനെ. അങ്ങനെ ഈ പാലം നിർമ്മിച്ചിരിക്കുന്ന ഡേറ്റ് ഇവിടെ കണ്ടിട്ടാ. ഇതവിടെ കറക്റ്റായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. 1902 എന്നാണ് എഴുതി വെച്ചിട്ടുള്ളത്. മാഞ്ഞിട്ടുണ്ട് എങ്കിലും 1902 എന്നാണ് എഴുതി വെച്ചിട്ടുള്ളത്. സൈഡിലും ഉണ്ട് കേട്ടോ. 1902 പാലാണ് കേട്ടോ. ഇത് പറയേണ്ടത് ഈ പാറമ്മലൊക്കെ വന്നിങ്ങനെ മരങ്ങൾ നോക്കുകയാണെ. ഇതൊരു മരുന്നാണോ? എന്ത് മരുന്നാണ്? നമ്മളേ പാലത്തിൻ്റെ ചുവട്ടൊക്കെ വന്നിട്ടുണ്ടോ കേട്ടോ. ആ ഒരു ഡിസൈനിങ്ങും സ്ട്രെച്ചിങ്ങും കാണാൻ വേണ്ടിയിട്ടാണ്. കുറേ ദ്രവിച്ച് പോയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ യാത്രയിൽ തന്നെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇതുപോലെ മാലിക്കിനവിടെ നിർത്തിയിട്ടുണ്ട്. ഇതുപോലെ ഒരു വ്യൂ പോയിൻ്റ് ഇവിടെ ഉണ്ടാക്കിച്ചിട്ടുണ്ട് കേട്ടോ. ഗവൺമെൻറ്റിൻ്റെ അടുപ്പ് കയറാൻ പറ്റില്ല, ഇവിടെ ഞങ്ങൾ ക്ലോസ് ചെയ്തിട്ടുണ്ട്. മനോഹരമായിട്ടുള്ളൊരു വ്യൂ പോയിൻ്റ്. മുന്നേക്ക് വന്നപ്പോൾ കണ്ടൊരു കാഴ്ചയാണ് കേട്ടോ. ഈ ഒരു പടവിനെ പോലും അലങ്കരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. കേട്ടോ ഇത്ര സിമ്പിളായിട്ട് ചെയ്തിട്ട് നോക്കുകയാണെ. പെയിൻറ്റിങ്ങിൽ ഒരു വെറൈറ്റിയാണ് തീർക്കണതാണ്. ഡബിൾ കോട്ടിങ് ഒന്നുമില്ല, സിംഗിൾ കോട്ടിങ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. പക്ഷേ ആ പെയിൻറ്റിൻ്റെ ഒരു ഭംഗിയുണ്ടല്ലോ, അടിപൊളി. ഡ്രസ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കേട്ടോ. കുതിരയും കാര്യങ്ങളും എല്ലാം ഉണ്ട്. നമ്മൾ യാത്രയിൽ തന്നെ കേട്ടോ. ഈ ഒരു സെക്ഷന് ഒന്ന് കാണണം, പരിചയപ്പെടുത്തി തരാം. അപ്പോൾ മാലിക്ക് തൊട്ട് ഇവിടെ നിൽക്കണേ. അപ്പോൾ ഇവിടെ ഇങ്ങനെ വലിയൊരു ക്ഷേത്രം കണ്ടു കേട്ടോ. അപ്പോൾ വലിയൊരു ചുരം കയറി വരുന്ന ഒരു സ്ഥലത്താണ് ഈ ഒരു ക്ഷേത്രം ഉള്ളത്. എല്ലാ ക്ഷേത്രത്തിൽ നിന്നും എടുത്ത് പറയുന്ന പോലെ തന്നെ കല്ലുകളും കാര്യങ്ങളൊക്കെ വ്യത്യസ്തമായിട്ടുള്ള നിർമ്മിതികളാണ്. ഒക്കെ കൊത്തുകല്ലുകളാണ് ഇട്ടുള്ളത് മൊത്തം. പിന്നെ അയിക്കൂടെ ഇങ്ങനെ റോഡ് പോകുന്നുണ്ട് കേട്ടോ, മേലെക്കൂടി. ഇതൊരു ബെൻഡാണ്, ഇങ്ങനെ വളഞ്ഞ് പൊളിഞ്ഞ് അവിടെ പോയതിൻ്റെ ശേഷം അങ്ങനെ വളഞ്ഞ് കയറി വരണം. ഇവിടെ ഇങ്ങനെ ഒരു അക്കനെ കാണുന്നുണ്ട് കേട്ടോ. അക്കൻ്റെ അടുത്ത് എന്തൊക്കെ സാധനങ്ങളൊക്കെ ഉണ്ട്. അക്കൻ്റെ കുറച്ച് മെത്തേഡ്സൊക്കെ പരിചയപ്പെടുത്തി തരാം. ഈ ഒരു ടേബിൾ വെച്ചിരിക്കണോക്കാണ്. അപ്പുറത്ത് കുറച്ച് വെയിറ്റ് കയറ്റി ചെയ്യാണ്ട് ഇങ്ങനെ ടേബിൾ. ഇവിടെ ഇങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ട്. കമ്പാവണുള്ളൂ കേട്ടോ. കമ്പായിരിക്കാം, റെഡി ആയിരിക്കാം. എவ்வளோ ആക്കാം? 40. 2 കൊടുങ്ങാക്കാം. അപ്പോൾ ഇതിൽ കമ്പായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് കണ്ടാൽ അടുപ്പ്, ഇങ്ങനത്തെ സിമ്പിൾ അടുപ്പ് കേട്ടോ. ട്രാവലിങ്ങിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന മാതിരത്തെ അടുപ്പാണ്. ഇതിൻ്റെ വിശദമായിട്ടുള്ള വീഡിയോ നമ്മളെ ചാനലിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. മോനിതെങ്ങനെ കറക്കുമ്പോൾ അങ്ങനെ കത്തിട്ട് ഇങ്ങനെ കറക്കണത്. എത്രാമത് പഠിക്കറേ നീ? എത്രാമത് പഠിക്ക? 7ാവതാ? 4ാവതാ? இந்த ரோடு எங்கே போகிற? இந்த ரோடு எங்கே போகிற? എറക്കാട്. എറക്കാടാ? എറക്കാട്. എറക്കാട്. അപ്പോൾ ഇതിലിങ്ങനെ ചൂടായിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ കമ്പം. നമ്മൾ 2 പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അക്കത കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. കൊഞ്ചം കട്ട് പണ്ണ മുടിയുമോ അക്ക? ശരി. അടുപ്പൊക്കെ ഇതുപോലത്തെ ചെറിയ വിറകുകളാണ് ഇട്ടിട്ട് കൊടുക്കുക. ഇത് നമ്മളവിടുന്ന് കണ്ടില്ലേടേ, അങ്ങനത്തെ അടുപ്പ്. അതിന് കാറ്റ് കൊടുക്കുന്ന ഒരു സാധനം. ഇതുണ്ടെങ്കിൽ അടിപൊളിയല്ലേ നമുക്കൊക്കെ കുക്കിങ്ങിനൊക്കെ അല്ലേ. അവിടെ ഇവിടെയൊക്കെ കിട്ടുന്ന വിറകൊക്കെ ഉണ്ട് ഇടുക. നമുക്കുള്ളതാണ് കേട്ടോ ഈ കാണുന്നത്. അടിപൊളി കേട്ടോ. ഈ ഇളം തണുപ്പിലേ ഒരു ഇളം ചൂട് തന്നെ കിട്ടുമ്പോൾ ഭയങ്കര ടേസ്റ്റ്. ഇവിടെ എല്ലാ വണ്ടികളും നിർത്തിയിട്ടൊക്കെ ഉണ്ടോ പോണത്. ഇവിടെ കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട് സലമപ്പാറ മാണിയപ്പൻ കോയിൽ കേട്ടോ. പിന്നെ 20 ബെൻഡ് ഉണ്ട് കേട്ടോ. അതിൽ 16ാമത്തെ ബെൻഡിലാണ് നമ്മൾ നിൽക്കുന്നത്. ഈ ഒരു ഏരിയക്ക് വരുമ്പോഴേ നമ്മൾ കേരളത്തിലാണോ എന്ന് സംശയിച്ച് പോട്ടാ. ഏകദേശം മൂന്നാറിനൊക്കെ പ്രതിനിധീകരിക്കുന്ന ഒരു രീതിയിലുള്ള തണുപ്പ് കാര്യങ്ങളൊക്കെ. നമ്മളേ ഏർക്കാട് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് കേട്ടോ പോണേ. പോകുമ്പോൾ ഈ ചുരത്തിൽ തന്നെ കണ്ട ഒരു മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് കേട്ടോ.
എടുത്തു പറയേണ്ടത് കേരളമാണെന്ന് തോന്നും. ആ ഒരു രൂപത്തിലുള്ള പ്രകൃതിയാണ് ഇവിടെ കേട്ടോ. ഏർക്കാട് എന്ന സ്ഥലത്ത് കേട്ടോ, സേലത്ത് നിന്ന് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ചക്ക, മാങ്ങ, മാതോളി നാരങ്ങ, പിന്നെ ജാതിക്ക, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കണ്ടുട്ടോ നമ്മൾ. 1946 ഒരു കെട്ടിടം കേട്ടോ, MSP പ്ലാന്റേഷനാണ്. അപ്പോൾ ഏർക്കാട് പോകുന്ന റോട്ടിലാട്ടോ, സേലത്തു നിന്ന് ഏർക്കാട് പോകുന്ന റോട്ടിലാണ്. ലാസ്റ്റ് നമ്മൾ 20ാമത്തെ ബെൻഡിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ എന്തൊക്കെ കാണാനൊക്കെ ഉണ്ട്. ഏർക്കാട്. அவங்க പേര് കണ്ണൻ. അപ്പോൾ ഇന്നത്തെ പെട്രോളിൻ്റെ റേറ്റാണ് കേട്ടോ 102, ഡീസലിൻ്റെ റേറ്റ് 93. നമ്മൾ കേരള. അപ്പോൾ നമ്മളെ നാട്ടിൽ എത്ര റേറ്റ് ഉള്ളതെന്നുള്ള കമൻറ്റ് ചെയ്യട്ടോ. ലാസ്റ്റ് നമ്മളൊരു ടൂറിസ്റ്റ് പ്ലേസിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് പോവാം. കായൽ കാര്യങ്ങൾ ഇതൊക്കെ ഉണ്ട്. ആദ്യം നമുക്ക് ഫുഡ് കഴിക്കണം. അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള പോക്കാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ ഒരു പാർക്ക്, നമ്മൾ പഞ്ചർ ഒട്ടിക്കുന്ന ഒരു വണ്ടി ഉണ്ട് കേട്ടോ. ആ ഒരു വണ്ടിയിൽ ഫുള്ള് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അവിടെ ഇങ്ങനെ ഒരു മൊബൈൽ ടോയ്ലറ്റ് കാണുന്നുണ്ട്. അതൊക്കെ നമ്മൾ പിന്നെ കാണിച്ചതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഈ കടയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കഴിക്കണം. അപ്പോൾ അതിന് വേണ്ടി പോവാണ്. രാവിലത്തെ ഫുഡാണ് കേട്ടോ. ദോശ, പിന്നെ നെയ് റോസ്റ്റ്. രസമുണ്ടാ? ഡിലേ നല്ല തിരക്കാട്ടോ. അപ്പോൾ പറഞ്ഞ സാധനങ്ങളൊക്കെ ഇങ്ങനെ ഡിലേ ആയിട്ട് കിട്ടുന്നുണ്ട്. ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഫുഡും കാര്യങ്ങളൊക്കെ. ഈ ചട്നിയൊക്കെ അടിപൊളി. ഞങ്ങൾ അടുത്ത് ട്രൈ ചെയ്യുന്നത് ഇഡ്ഡലിയാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ എല്ലാ സാധനവും. ഈ ഒരു വാട്ടർഫോൾസിൻ്റെ ബോട്ടിങ് കാര്യങ്ങളൊക്കെ നടക്കുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് കേട്ടോ ഈ ഒരു കട. നല്ല തിരക്കാണ് കേട്ടോ. സാധനങ്ങൾ കിട്ടാൻ കുറച്ച് ഡിലേ ആണ്, തിരക്ക് കാരണമാണ്, വേറെ ഒന്നുമല്ല. ഉള്ളത് ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ചെറിയൊരു പയ്യനാണ് കേട്ടോ ഈ ദോശ ചൂടുന്ന്. ആ അക്കൻ്റെ മകനാണ് തോന്നുന്നുണ്ട്. ഇവരിങ്ങനെ ഓരോന്നും റെഡിയാക്കി കൊണ്ടിരിക്കുന്നു. സ്കില്ലാണ് കേട്ടോ, ഇത്ര സ്പീഡായിട്ട് ചെയ്യണം നോക്കണേ. ഇടുന്നത് മുട്ട ദോശയാണ് കേട്ടോ. ഓയിലാണ് കേട്ടോ ഈ കോട്ടയുന്നത്. മസാലപ്പൊടി ഉണ്ട് ഇടുന്നത്. ഇതാണ് മുട്ട ദോശ കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, റിയാസ് ടു സെറ്റ് ആണ്. നമ്മൾ ട്രാവലിങ്ങിലേ ഒരുപാട് ചിലവ് വരുന്ന സംഭവമാണ് ഫുഡ് കേട്ടോ, പുറത്തുനിന്ന് കഴിക്കുകയാണെങ്കിൽ. അപ്പോൾ നമ്മൾ സാധാരണ കുക്ക് ചെയ്യാലാണ്. പക്ഷെ ഇന്ന് നമുക്കൊരു വെട്ടിത്തരാൻ പറ്റി. അതായത് നെയ് റോസ്റ്റിന് 100 രൂപ കേട്ടോ. ഞങ്ങളിപ്പോൾ കയറി കഴിച്ചു കൊടുത്ത് 100 രൂപ നെയ് റോസ്റ്റ്. അപ്പോൾ 2 നെയ് റോസ്റ്റ് 200 റുപ്യ. അപ്പോൾ നമ്മളെ നാട്ടിലൊക്കെ നെയ് റോസ്റ്റിന് എത്ര ഉണ്ടെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ഇട്ടിട്ടോ. നമ്മൾ കാഴ്ചപ്പാടിലൊരു 40-50 രൂപയൊക്കെ നമ്മളെ കണ്ടിട്ടുള്ളൂ നെയ് റോസ്റ്റിന്. സാധാരണ ഇത്രയും കാലം കഴിച്ചിട്ട് അത്ര നമുക്ക് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളെ നാട്ടിലെ നെയ് റോസ്റ്റ് കാര്യങ്ങളൊക്കെ എന്ത് റേറ്റ് ഉണ്ടെന്നുള്ളത് സ്ഥലം പിന്നെ റേറ്റ് ഓടിയിട്ട് ഞങ്ങൾ കമൻറ്റിൽ. അപ്പോൾ അത് പറയാൻ കാരണം എന്താ പറയുക, നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ മാക്സിമം ഫുഡ് നമ്മൾ ഉണ്ടാക്കി കഴിക്കരുത് കേട്ടോ നല്ലത്. നമ്മൾ ഇതുപോലെ ടൂറിസ്റ്റ് പ്ലേസുകളുണ്ടല്ലോ, ഈ പ്ലേസിൽ നിന്നൊന്നും അങ്ങനെ ഫുഡ് കഴിക്കാതിരിക്കും കേട്ടോ നല്ലത് ട്രാവൽ ചെയ്യുന്ന ആൾക്കാർക്ക്. പിന്നെ ട്രാവലിങ് മാത്രം ചെയ്ത് കണ്ട് നമ്മളെ പോലത്തെ ട്രാവലിങ് ചെയ്യുന്ന ആളുകൾക്ക് ഫുഡ് ഉണ്ടാക്കി കഴിക്കാൻ നല്ലത്. നമ്മളേ അടിപൊളി സ്ഥലത്തെത്തിയിട്ടുണ്ട് കേട്ടോ, പട്ടിപ്പടി. പിന്നെ ബാംഗ്ലൂർക്കൊക്കെ ഇങ്ങനെ കിടക്കാം. ഞങ്ങൾ യാത്രയിൽ തന്നെ കേട്ടോ ഒരു 10 ദിവസങ്ങൾക്ക് ശേഷം നല്ല കുളിര് കിട്ടുന്ന ഒരു ഏരിയയിലാണ് കേട്ടുള്ളത്. ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോഴേ ഫുള്ള് മരങ്ങൾ കാര്യങ്ങൾ ഇതൊക്കെ ഉണ്ട്. ഏകദേശം നമ്മൾ
സേലത്തിനടുത്ത് 25 കിലോമീറ്റർ അടുത്തായിട്ടാണുള്ളത്. ഇനി ഫുഡ് ഉണ്ടാക്കുന്ന പരിപാടി കേട്ടോ. ഫുഡ് ഉണ്ടാക്കുന്ന പരിപാടിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കണമെന്ന് പറഞ്ഞിരുന്നേ. അപ്പോൾ അത് ജസ്റ്റ് കാണിക്കാമെന്നുണ്ട്, നമുക്ക് നോക്കാം. അതുപോലെ അരി എടുത്തിട്ടുണ്ട്, അരി കഴുകണം കേട്ടോ. കഴുകിയിട്ട് ഈ ഒരു കുക്കറിൽ തന്നെ നമ്മൾ ചോറ് വെക്കും. കുക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഈ ഒരു വെയിറ്റിംഗ് ഷെഡാണ് കേട്ടോ. ഓരോ സ്ഥലത്തും ഓരോ രീതിയാണ്. ഇന്നത്തെ സ്ഥലം ഇവിടെയാണ്. അപ്പോളേ എവിടെയെങ്കിലും കിട്ടും ഈ ഒരു സുഖം. ഇതാ ഭക്ഷണം കഴിക്കാൻ പോകാം കേട്ടോ. ഇന്നത്തെ സ്പെഷ്യലാണ് കാണുന്നത്. ചോറ്, തക്കാളി കൂട്ടാൻ, മുട പൊരിച്ചത്. അതിലുപരി വൈബ് സ്ഥലം. ഏർക്കാട് പറഞ്ഞ സ്ഥലത്തോട്ടുള്ളത്, സേലം ഡിസ്ട്രിക്റ്റിൽ. നല്ല കാറ്റും കൊണ്ടിങ്ങനെ ആസ്വദിച്ച് തിന്നാം. അപ്പോൾ ഏർക്കാട് പറയുന്ന മനോഹരമായിട്ടുള്ളൊരു സ്ഥലത്തോട്ട് നമ്മൾ ഇതാ എന്താ പരിപാടി എന്നല്ലേ, അവിടെ നല്ല ആട്ടി പിടിക്കുന്ന കണ്ടിട്ടാ ബോട്ട്. അപ്പോഴേ ഈ ഒരു ഏരിയക്ക് ഇങ്ങനെ വന്നപ്പോഴേ ഞങ്ങൾ ഇവിടെ സ്റ്റേ അടിക്കാന്ന് വിചാരിച്ചിട്ട്, നല്ല വൈബുള്ള ഏരിയ. അപ്പോൾ നമുക്ക് മൂപ്പര് പറഞ്ഞു ഇവിടെ സ്റ്റേ അടിക്കണ്ട, വേറെ സ്ഥലം കാണിച്ചു പറഞ്ഞിട്ട് ഒരു ഏട്ടം അവിടെ ഇരുന്നിട്ടാ. മൂപ്പര് നമ്മളെ കൊണ്ടുപോകണം കേട്ടോ. സവർജില് അവിടെ നിർത്തിയിട്ടുണ്ട്. നമ്മൾ ഈ ടൈമിൽ വീഡിയോ എടുക്കാത്തതാണ്. എന്നിട്ട് നമ്മൾ ഈ ഏട്ടൻ്റെ കൂടെ ഇങ്ങനെ പോകുന്നുണ്ടാ. ഏട്ടൻ്റെ വീട്ടിൽ കണ്ട് നമ്മൾ ക്ഷണിച്ചിരിക്കണേ, പാവം. അപ്പോൾ നമ്മളിതിൽ കൂടെ ഇങ്ങനെ പോകണേ. ഹായ് ഫ്രണ്ട്സ്, മാലിക്ക് തൊട്ടോ അവിടെ നിൽക്കണേ. ഞങ്ങൾ ഇന്നലെ സ്റ്റേ അടിച്ച സ്ഥലം കാണിച്ചു തരാം കേട്ടോ. ഇതിൽ കൂടെ ഇങ്ങനെ വന്നിട്ടേ ഈ ഒരു വീട്ടിലോട്ടോ ഇന്നലെ സ്റ്റേ അടിച്ചത്. ഇങ്ങനെ പോയിട്ട് എന്താ ഇവിടെ ടെൻ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അവിടെ ടെൻ്റ് ഇട്ടിട്ടാട്ടോ സ്റ്റേ അടിച്ചത്. മനോഹരമായിട്ടുള്ളൊരു ഗ്രാമപ്രദേശത്തിൻ്റെ ഉള്ളിലാട്ടോ നമ്മളുള്ളത്. യാർക്കാട് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. യാർക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് മലയോര പ്രദേശമാണ്. അവിടെയുള്ള ഒരു ഏട്ടൻ്റെ വീട്ടിലാട്ടുള്ളത് നമ്മൾ. നല്ല വൈബ് സ്ഥലം. നല്ല മഴ പെയ്തുകൊണ്ടേ നല്ല സുഖം ഉണ്ടായിരുന്നു ഉറങ്ങാൻ. ഇത് എവിടുന്നോ വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ പാത്രത്തിലൊക്കെ പിടിച്ചിട്ടുണ്ട്.